ഇതിഹാസങ്ങളായ രാമായണവും ഭഗവത്ഗീതയും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നതാണെന്നും പുതുതലമുറയ്ക്ക് അവ പകർന്നു നൽകുവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും മന്ത്രി സജി ചെറിയാൻ. രാമായണ മാസക്കാലത്ത് ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് ക്ഷേത്രങ്ങളിൽ രാമായണ പഠന ക്ലാസുകൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. മാന്നാർ തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിൽ നടന്നുവന്ന 22ാമത് അഖില കേരള രാമായണമേളയുടെ സമാപന സമ്മേളനവും ചാമ്പ്യൻഷിപ്പ് ട്രോഫി വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ രാമായണം അതിൻ്റെ അകക്കാമ്പ് പഠിപ്പിക്കുക വർത്തമാനകാലത്ത് നമുക്ക് വളരെ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. എല്ലാ ഇതിഹാസങ്ങളും എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യന്റെ നന്മയാണ് നടത്തുന്നത്. രാമായണമേളയിൽ 172 പോയിന്റ് നേടി മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം ഓവറോൾ ചാമ്പ്യന്മാരായി. 126 പോയിന്റ് നേടിയ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിന് 2ാം സ്ഥാനവും 55 പോയിന്റ് നേടിയ മാന്നാർ നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3ാം സ്ഥാനവും ലഭിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലും വിദ്യാധിരാജ വിദ്യാപീഠത്തിനാണ് 1ാം സ്ഥാനം. ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളും കോളേജ് വിഭാഗത്തിൽ എറണാകുളം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയും 1ാം സ്ഥാനം നേടി. ചാമ്പ്യൻഷിപ്പ് ട്രോഫി വിതരണവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ദേവസ്വം ബോർഡ് അംഗം A. അജികുമാർ അധ്യക്ഷത വഹിച്ചു. രാമായണ പ്രതിഭകൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണം പുളിമുട്ടിൽ PA ഗണപതി ആചാര്യ നിർവഹിച്ചു. J. ഹരികൃഷ്ണൻ, N. ശ്രീധര ശർമ്മ, TV രത്നകുമാരി, G. ബൈജു, S. വിജയമോഹൻ, കലാധരൻ കൈലാസം തുടങ്ങിയവർ സംസാരിച്ചു. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 മുതൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ചാണ് സത്യാഗ്രഹ സമരം. കുടുംബം തകർക്കുന്ന മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതി 365 ദിവസമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ തുടർച്ചയായിട്ടാണ് ആലപ്പുഴയിൽ സമരം നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കും എന്നുള്ള സൂചനയോടുകൂടി അധികാരത്തിൽ പ്രവേശിച്ച LDF സർക്കാർ അവരുടെ 2016-ലെയും അതേപോലെ 2021-ലെയും പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്കും നഗര ഭരണ സംവിധാനങ്ങൾക്കുമൊക്കെ കൊടുത്തിരുന്ന ഒരു ഉറപ്പ് ജനാധികാരം ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്കുണ്ട് എന്നുള്ള പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പിൻവലിക്കുകയും ബാറുകളും സംവിധാനങ്ങളുമൊക്കെ തുറന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. LDF സർക്കാർ അധികാരമേറ്റ 2016-ൽ 29 ബാറുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഇപ്പോഴത് 1000-ഓളമായി വർദ്ധിച്ചു. വർഷങ്ങളായി സംസ്ഥാനത്ത് നിലവിലുള്ള ഡ്രൈ ഡേ വ്യവസ്ഥ മാറ്റാനും ശമ്പളം പിടിച്ചുപറിക്കാനുമുള്ള ഇടതു സർക്കാരിന്റെ ശ്രമം കടുത്ത ജനദ്രോഹവും ജനവഞ്ചനയുമാണെന്ന് മുന്നണി ഭാരവാഹികൾ പറഞ്ഞു. 15-ന് രാവിലെ 10:30-ന് സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്യും. ജനറൽ സെക്രട്ടറി വിൻസെന്റ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ, മുൻ MLA ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് സുജാത വർമ്മ, ഫാദർ തോമസ് ഷൈജു എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ്, ജില്ലാ ചെയർമാൻ ഡോക്ടർ AP നൌഷാദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് BR കൈമൾ, KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് DB ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും നടപടിയില്ല. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് തിങ്കളാഴ്ച രാവിലെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മങ്കൊമ്പത്തെ കേക്കര ശ്രീനിലയത്തിൽ സുമ സജിയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സുമയ്ക്കൊപ്പം നടന്നു വരികയായിരുന്ന സുഹൃത്ത് ലതയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിന് ഇരുവശത്തെയും നടപ്പാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. തെക്കേക്കരയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സുമ സജിയെയും
അയൽവാസി തെക്കേക്കര ബ്രഹ്മമഠത്തിൽ ലതയെയും വീടിന് സമീപം വെച്ച് ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പിറകിൽ നിന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തെറിച്ചു വീണു. തലയ്ക്ക് പരിക്ക് പറ്റിയ സുമ തൽക്ഷണം മരിക്കുകയായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച പകൽ 4-ന് വീട്ടുവളപ്പിൽ നടക്കും. ഗുരുതരമായി പരിക്കേറ്റ ലതയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അലക്ഷ്യമായ ഈ വണ്ടിയോടിയിൽ നമ്മുടെ പോലീസ് അധികാരികളും മറ്റുള്ളവരിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഇപ്പം നിരന്തരമാണ്. മാസത്തിൽ ഒരു മരണം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം ഒരു പത്രം ഇടുന്ന ആളും മരിച്ചു. പിന്നെ ഇപ്പൊ ഈ സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലെങ്കിലും ഒരു ഫുട്പാത്ത് ക്ലിയർ ആക്കി തരിക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. നമുക്ക് മറ്റൊന്നും വേണ്ട, ഇനിയെങ്കിലും ഒരാൾ മരിക്കാതിരിക്കുക ഈ കാരണത്താൽ. പിന്നെ 100,000 കണക്കിന് കുട്ടികളും തള്ളമാരും ഈ കണ്ട ഇതിനകത്ത് കാലുപോയ വട്ടം ഒടിഞ്ഞു. ഇതിങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ആരാ വരുന്നു? അപ്പൊ അതിനൊരു പരിഹാരം കാണുക, അത്രേ ഉള്ളൂ. അല്ല നമുക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യം ആരോടും ഇല്ല. അതേസമയം പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികാരികൾ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. AC റോഡിന്റെ ഇരുവശത്തെയും നടപ്പാതകൾ പലയിടങ്ങളിലും പൂർത്തിയാകാതെ കിടക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും ഇതാണ് പ്രധാന കാരണമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ഊരാളുകളുടെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ഓട നിർമ്മാണത്തിൽ നിന്നുമാണ് ഈ ഒരു അപകടത്തിൽ ഈ ജീവൻ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്. കാരണം നമുക്കറിയാം, ഇതിന്റെ പുറകിൽ ബാക്കിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ഫുട്പാത്തിൽ ഇതുവരെ ഇത്ര ഒരു 5-6 മാസമായിട്ട് ഈ ഫുട്പാത്ത് ഇത് കണക്ക് കിടക്കുക, സ്ലാബ് ഇട്ടിട്ടില്ല, ഒന്നുമില്ല. അവര് വന്നിരിക്കുന്ന ഈ ഫുട്പാത്തിന് പുറത്തോടാണ് വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ഈ ഫുട്പാത്ത് ശരിയായിരുന്നില്ലെങ്കിൽ ഈ സൈഡുകളിൽ ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ അവരുടെ ഇതിൽ സിസ്റ്റമാറ്റിക്കലി ഒരു ബാരിക്കേഡ് നിർമ്മിക്കുമായിരുന്നെങ്കിൽ അതിനകത്തോടെ നമുക്ക് നടന്നു പോകാം. ഏറ്റവും കൂടുതൽ ആളുകൾ 2 സൈഡ് നടക്കുന്ന ഈ പാർട്ടി ഓഫീസ് മുതൽ മങ്കമ്പ് പമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ 2 സൈഡിലും നല്ല ജനസാന്ദ്രതയുള്ള ഒരു ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ നമുക്കറിയാം, ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. AC റോഡിൽ മങ്കൊമ്പ് പാർട്ടി ഓഫീസിനും ബ്ലോക്ക് ജംഗ്ഷനും ഇടയിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതും വാഹനങ്ങളുടെ അമിത വേഗതയും മൂലം സമീപവാസികളായ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇപ്പൊ ഇതിന് മുമ്പ് തൊട്ടടുത്ത് 1 മാസം മുമ്പ് തൊട്ടടുത്ത് തന്നെ ഈ അപകടം നടന്നതിന്റെ സെയിം സ്ഥലത്താണ് ഒരു ജീവനും കൂടെ പോയത്. അതിനു മുമ്പ് ഒത്തിരി ജീവൻ ഈ സാഹചര്യങ്ങളിൽ പൊലിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് AC റോഡെന്നാണ് ചുരുക്കപ്പേര്. 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന് പക്ഷേ മരണത്തിന്റെ തണുപ്പാണെന്ന് പ്രദേശവാസികൾ പറയും. സമീപവാസികളായ നിരവധി കുടുംബങ്ങളെ അനാഥമാക്കിയ ഈ പാതയിൽ ഇനിയും ചോര വീഴാൻ അനുവദിച്ചുകൂടാ. അധികാരികളുടെ അടിയന്തര ശ്രദ്ധ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. ക്യാമറാമാൻ സനോജ് ഷാജിക്കൊപ്പം VR വിനോദ്, KCV ന്യൂസ്. SNDP യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും സംഘടനയെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കണമെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയൻ സംഘടിപ്പിച്ച നേതൃപഠന ക്യാമ്പും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDP ഗുരുദേവനെ കഴുത്തിൽ കയറിട്ട് വലിക്കുകയും എങ്ങനെയൊക്കെ ആക്ഷേപിക്കാവോ, ആ ഒരു സാഹചര്യത്തിൽ അന്ന് നമ്മുടെ യൂണിയന്റെ മുഴുവൻ നേതാക്കന്മാരും കേരളത്തിന് പുറത്തുള്ള മുഴുവൻ യൂണിയൻ നേതാക്കന്മാരും ആയിട്ട് ഇവിടെ വിളിച്ച് അവിടെ കൂട്ടിയ സമയത്ത് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടതാണ് ഇവിടെ യോഗത്തിന്റെ നേതൃത്വത്തിൽ സമാന ദുഃഖത്തിനായിട്ടുള്ള എല്ലാവരുമായി കൂടിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കണം എന്ന് തീരുമാനമെടുക്കും. അന്ന് ഏതാണ്ട് വോട്ട് ചെയ്തവരിൽ 4 പേരൊഴികെ, ഒരു യൂണിയൻ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റും സെക്രട്ടറി വോട്ട് ചെയ്യാൻ 4 പേരൊഴികെ എല്ലാവരും ആവശ്യപ്പെട്ടത് ഉണ്ടാക്കണം. അങ്ങനെ ഇത് ഉണ്ടാക്കി എല്ലാവരും വളരെ ശക്തമായി ആദ്യം നിന്നു. അത് കഴിഞ്ഞ് കുറെ പേര് പുറകോട്ട് പോയി, പിന്നെ കുറെ പേര് ശക്തമായി പിന്നെ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഇത് അങ്ങനെ ഉണ്ടായത്. ഞായറാഴ്ച തകഴിയിൽ നടത്തിയ ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപ് അധ്യക്ഷനായിരുന്നു. കൺവീനർ അഡ്വക്കേറ്റ് P. സുപ്രമോദം മുഖ്യപ്രഭാഷണം നടത്തി. മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ P. ശ്രീരംഗം സംഘടനാ ക്ലാസ് നയിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ സുലേഖ സ്ത്രീ സുരക്ഷയും പ്രതിരോധവും സംബന്ധിച്ച ക്ലാസ് നയിച്ചു. യൂണിയൻ കൗൺസിലർമാരായ സന്തോഷ് വേണാട്, ഉമേഷ് കൊപ്പാറ, വനിതാ സംഘം പ്രസിഡന്റ് ശാന്ത CP, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വികാസ് ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ ഈ വർഷത്തെ രാമായണ പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ M. ജയചന്ദ്രന് സമ്മാനിച്ചു. PC. വിഷ്ണുനാഥ് MLA യിൽ നിന്ന് M. ജയചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി.
ഏറ്റവും ശ്രദ്ധേയനായ എല്ലാ തലമുറയിലും ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇപ്പോഴും മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ നിയോജകമണ്ഡലം കുണ്ടറയുമാണ്. കുണ്ടറയുമായി അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പഠിച്ചത് ടി കെ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ആ ടി കെ എഞ്ചിനീയറിംഗ് കോളേജ് എൻ്റെ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലമായ കുണ്ടറയിലാണുള്ളത്. ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്യുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണക്ട് ചെയ്യാനൊരു കാര്യം കിട്ടിയത്. കാരണം ഞാൻ ടി കെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ യൂണിയൻ ഇനാഗുറേഷൻ ഇത്തവണ ഞാനാണ് പോയത്. ഞാൻ അവിടെ പോയിട്ട് എഴുതിയെടുത്തതിനെ കുറിച്ചാണ് സംസാരിച്ചത്. 25,000 രൂപയും ശ്രീരാമ വെങ്കല വിഗ്രഹവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്ത സിനിമാ താരം പ്രിയങ്ക നായർ മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബി കെ പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത് പഴവൂർ, ശാന്തിനി ബാലകൃഷ്ണൻ, മഹാദേവ സേവാ സമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം തുടങ്ങിയവർ സംസാരിച്ചു. ബി.ജെ.പി. നീലമ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആർ വിനയചന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന ആരോപണം ഉയരുന്നു. സംഭവത്തിൽ ബി.ജെ.പി. നീലമ്പേരൂർ പഞ്ചായത്ത് സമിതി പ്രതിഷേധ സമരം നടത്തി. വിനയചന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ച് നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. CPI-എമ്മിനും പോലീസിനുമെതിരെയായിരുന്നു BJP പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്. വാലടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നാരകത്തറ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനം BJP ദേശീയ സമിതി അംഗം നഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ ആളുകളെ ആക്രമിക്കുമ്പോഴും അതുപോലെ അവർ നമ്മളെ ഉപദ്രവിക്കുമ്പോഴും കേസിൽ കുരുക്കുമ്പോഴും ഒക്കെ നമുക്ക് അവരോട് പകയുണ്ടാവാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെ സഹോദരനായി നമ്മൾ കണ്ടാൽ മതി. അവരെ നമ്മളെ തിരിച്ചടിക്കാനോ കേസിൽപ്പെടുത്താനോ ആക്രമിക്കാനോ പകരം വിട്ടാനോ കൊല ചെയ്യാനോ വേണ്ടത് പോലെ ഒന്നും പോകണ്ട. കാരണം ഇന്നത്തെ CPM പ്രവർത്തകർ നാളത്തെ BJP RSS പ്രവർത്തകരായി മാറേണ്ടവരാണ്. ആ ഒരു സ്നേഹം നമുക്ക് വേണം, എപ്പോഴും ഒരു മനസ്സിൽ നമുക്ക് വേണം. ഉണ്ട് അവര് ശത്രുവായിട്ട് കാണാൻ പാടില്ല. അവരെ ഇലക്ഷന് ഫണ്ട് ചോദിച്ചാൽ നമ്മൾ ഫണ്ട് കൊടുക്കാൻ പാടില്ല. അവർ പാർട്ടി ഫണ്ട് ചോദിച്ചാൽ പാർട്ടി ഫണ്ട് കൊടുക്കാൻ പാടില്ല. പക്ഷെ എവിടെങ്കിലും AKG-യുടെ പേരിലോ EMS-ന്റെ പേരിലോ ചന്ദ്രാനന്ദന്റെ പേരിലോ ആരെങ്കിലും പേരിൽ പാർട്ടി ഓഫീസ് പണിയാൻ വേണ്ടി നിങ്ങൾ സംഭാവന ചോദിച്ചാൽ 500 ചോദിച്ചാൽ 1000 കൊടുക്കണം. കാരണം ഇന്നത്തെ പാർട്ടി ഓഫീസുകൾ നാളത്തെ BJP RSS കാര്യാലയങ്ങളായി മാറേണ്ടതാണ്. പ്രതിഷേധ യോഗത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് വാലടി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ PH ബിനീഷ്, MR സജു, TK രവീന്ദ്രാക്ഷൻ, വിനോദ് ജി മഠത്തിൽ, സുഭാഷ് പറമ്പിശ്ശേരി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. 10ാം വാർഡിലെ അംഗൻവാടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ആർ വിനയചന്ദ്രനെതിരെ കള്ളക്കേസിന് ശ്രമം നടന്നിരിക്കുന്നതായി ആരോപണം. കാവാലം സെന്റ് തെരേസാസ് പള്ളിയുടെ ഇടവക പ്രഖ്യാപനത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ഞായറാഴ്ച വൈകുന്നേരം ചേർന്ന പൊതുസമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സാഹസികരായ ജനമാണ്, പ്രത്യേകിച്ച് കർഷകരായിരിക്കുന്ന ഈ ജനതയെ അപൂർവീരെ ഒക്കെ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. അവര് ഈ സാഹചര്യങ്ങളെ കണ്ട് പിടിച്ച് കൂടിയിരുന്നെങ്കിൽ നമ്മുടെ പൂർവികര് ഈ ഇവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് ഇവിടെ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദേവാലയം ഉണ്ടാകുമായിരുന്നില്ല. അതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കുട്ടനാട്ടിലൊക്കെ ഉയർന്നു നിൽക്കുന്ന മനോഹരങ്ങളായ ദേവാലയങ്ങളും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ധീരതയോടെ ഇവിടെ ജീവിച്ച് എല്ലാത്തിൻ്റെയും ക്രിയാത്മകമായി
അതിനോട് പ്രതികരിച്ച് ഇതിനെ പടുത്തുയർത്തിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ആ തലമുറകളെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. സമ്മേളനത്തിൽ പുളിങ്കുന്ന് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ടോം പുത്തങ്കളം അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് കെ തോമസ് MLA, മുൻ കുട്ടനാട് MLA ഡോക്ടർ KC ജോസഫ്, കപ്പൂച്ചിൻ സഭ സെന്റ് ജോസഫ് പ്രോവിൻസ് കൗൺസിലർ ഫാദർ തോമസ് കാഞ്ഞിരക്കോണം, FCC ദേവമാത പ്രോവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ലിസ് മേരി, കാവാലം സെന്റ് ജോർജ് ജ്ഞാനായപ്പള്ളി വികാരി ഫാദർ ജിനു കുരുവിള കിഴക്കേ മുട്ടത്തിൽ, ഇടവകാംഗമായ വൈദികൻ ഫാദർ ഡോക്ടർ ജോസ് നിലവുന്തറ, വികാരി ഫാദർ ജോസഫ് പുതുവീട്ടിൽ, സെക്രട്ടറി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയും കേരള സംസ്ഥാന വനിതാ കമ്മീഷനും സംയുക്തമായി സബ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ തിങ്കളാഴ്ച രാവിലെ 11-ന് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള പരാതികളാണ് കേരള വനിതാ കമ്മീഷന്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പരാതിപ്പെടാതെ ഒരുപക്ഷെ പരാതി പറയുന്നതോടൊപ്പം അതിനേക്കാൾ എത്രയോ മടങ്ങ് പരാതി പറയാതെ സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ സ്വയം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ കൂടി കൊടുത്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ മുന്നേറുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല, നമ്മുടെ ഭാവി വാഗ്ദാനം അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കരുത്ത്, സമ്പത്ത്, ഊർജം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ പ്രദേശത്തെ ഓരോ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ജാഗ്രതാ സമിതിയുടെ പരിശീലനം സജീവമാക്കുകയും അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാറുകൾ നടത്തും. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ആതിര ആന്റണി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസിമോൾ ജിനു എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്, കില റിസോഴ്സ് പേഴ്സൺ KG ശശികല എന്നിവർ ക്ലാസ് നയിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും ചെങ്ങന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അഗ്നിപഥ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം സലിം പടിപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് ഷെൽവി ഗണേശൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രശാന്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അതായത് രാത്രിയെന്നില്ല, പകലെന്നില്ല, മഞ്ഞെന്നില്ല, വെയിലെന്നില്ല, മഴയെന്നില്ല, ഏത് സമയം 24 മണിക്കൂറും നിങ്ങളൊരു വെളിപ്പാടകൽ ഞങ്ങളുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വിളിക്കരുത്. നിങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിശ്ചയമായി വിളിച്ചിരിക്കണം. വീടിൻ്റെ സൈഡ് കുറച്ച് കയ്യിൽ കൂട്ടിയിട്ട് അത് വെറുതെ ഇരിക്കില്ല, വിളിക്കാം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ 101 എന്ന് പറയുന്നത് ടോൾ ഫ്രീ നമ്പറാണ്. അത് വിളിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കും ഒരു രൂപ പോലും ചിലവാകും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പലരും എന്ത് ചെയ്യും? വെറുതെ ബോറടിച്ചിരിക്കില്ല, 101ലേക്ക് വിളിക്കാം. കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ, ADS സെക്രട്ടറി സുജ, ADS വൈസ് പ്രസിഡന്റ് സാവിത്രി അമ്മാൾ എന്നിവർ സംസാരിച്ചു. കുഞ്ഞനുജത്തിക്ക് പിറന്നാൾ സമ്മാനം വാങ്ങാൻ സ്വരൂപിച്ച പണം വയനാടിനായി നൽകി 4-ാം ക്ലാസ്സുകാരൻ. മാന്നാർ കുരട്ടിക്കാട് ഹയാത്തിൽ ഷിയാസ് അഡ്വക്കേറ്റ് ഹർഷ ദമ്പതികളുടെ മകൻ സിദാൻ ഷിയാസ് ആണ് തന്റെ കുഞ്ഞു സമ്പാദ്യം ദുരന്തബാധിതർക്കായി നൽകി മാതൃകയായത്. പൊന്നുമോൻ നമ്മുടെ വയനാട് ദുരിത മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ KRC വാൻശാല ഇവിടെ എത്തിയപ്പോഴാണ് ഈ കുഞ്ഞുമോന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യപ്പറ്റുമായി നമ്മുടെ മുന്നിലേക്ക് വന്നത്. തീർച്ചയായിട്ടും വളർന്നു വരുന്ന തലമുറ മാതൃകയായിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ കേരള സംസ്ഥാനം. അതോടൊപ്പം ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്കും ആദ്യമായിട്ടാണ്. ഈ കുഞ്ഞുമകനും ഈ കുഞ്ഞുമകൻ്റെ കുടുംബത്തിനും എല്ലാവിധ വിഷയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കുരട്ടിക്കാട് KRC വായനശാലയുടെ പ്രവർത്തകർ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ സമ്പാദ്യം 9 വയസ്സുകാരൻ നൽകിയത്. KRC വായനശാല പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സലിം പടിപ്പുരയ്ക്കൽ തുക ഏറ്റുവാങ്ങി. ചങ്ങനാശ്ശേരിയിലെ പൗരപ്രമുഖനും ആദ്യകാല മാധ്യമപ്രവർത്തകനുമായിരുന്ന സിറിയക് കുട്ടമ്പേരൂരിനെ അനുസ്മരിച്ച് യോഗം ചേർന്നു.
കുടുംബയോഗം പ്രസിഡന്റ് ദീപക് ലൗലിയുടെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. കുടുംബയോഗം രക്ഷാധികാരി ഫാദർ ലൂദ്വിക് പാത്തിക്കൽ, ഫാദർ തോമസ് കുരുവിള, ഫാദർ സോണി മുണ്ടുനടക്കൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, ചങ്ങനാശ്ശേരി ക്ലബ് പ്രസിഡന്റ് ചാൾസ് പാലാത്ര, കേരള കോൺഗ്രസ് നേതാവ് വിജയ് ലാലി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. ഉമ്മച്ചായൻ ചെറിയ കുട്ടമ്പേരൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ വലിയ സൗഹൃദത്തിന്റെ രാജാവായിരുന്നു. ഇവിടെ ശ്രീ സണ്ണി തോമസ് സൂചിപ്പിച്ചു, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തന രംഗത്ത് വരുന്ന സമയത്താണ് അദ്ദേഹം കാട്ടിച്ചൊലിച്ച് നിൽക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള ആളുകളോട് പോലും ഏറ്റവും സൗഹൃദമായി മുതിർന്ന ആളുകളിൽ നല്ല രീതിയിലുള്ള ബന്ധമുള്ള നമ്മളെയൊക്കെ സ്നേഹത്തോടെ പരിഗണിക്കുന്ന ഒരു മുഖമായിരുന്നു. സൗഹൃദത്തിന്റെ ഒരു വലിയ ശക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കാരുണ്യത്തിന്റെ ഒരു നല്ല മുഖമായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി പ്രവർത്തിക്കുവാനും അർഹിക്കുന്നവർക്ക് കൊടുക്കാനുമുള്ള കൊടുപ്പിക്കുവാനുമുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് കഴിവ് അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ സംഘാടകനായിരുന്നു. എത്രയോ പരിപാടികൾ, എത്രയും നല്ല സംഘാടനം നടത്തിക്കൊണ്ട് ഈ ചങ്ങനാശ്ശേരിയിലെ പൊതു രാഷ്ട്രീയ, പൊതു സാമൂഹിക, പൊതു സാംസ്കാരിക മുഖത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ഒട്ടേറെ പ്രോഗ്രാമുകൾ, ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന്. നീതികേടിനെതിരെ എന്നും ശബ്ദമുയർത്തിയ സാമൂഹ്യ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായിരുന്നു ഉമ്മച്ചായൻ എന്നറിയപ്പെടുന്ന സിറിയ കുട്ടമ്പേരൂരെന്ന് ഏവരും അനുസ്മരിച്ചു. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കോട്ടയം ജില്ലാതലത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് KSM റഫീഖ് അഹമ്മദ് സഖാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്ത് നിലനിൽക്കുന്ന, ഈ ലോകം എത്ര കാലം വരെ നിലനിൽക്കുന്നുവോ ആ കാലഘട്ടം വരെ, ഈ ലോകാവസാനം വരെ ഈ ലോകത്ത് കടന്നു വരുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും, അന്താരാഷ്ട്ര അടുക്കള മുതൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വരെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉദ്ഘാടന സെഷനിൽ മുഹമ്മദ് യാസിൻ ഫർത്യവി അധ്യക്ഷനായിരുന്നു. പ്രമുഖ ചിന്തകനായ ഡോക്ടർ അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി. എൻ്റെ മനസ്സിലുണ്ടാകേണ്ട ആഗ്രഹം, സ്വർഗവും നരകവും ഉണ്ട്, ഞാൻ ആ സഹോദരനെ എറ്റേണലി വിജയിപ്പിക്കുകയാണെന്ന ഉത്തമമായ നല്ല ബോധം മനസ്സിലുണ്ടാണ്. ഒരു സഹോദരന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുഴിയുണ്ട്, വണ്ടി അപകടം പറ്റും എന്ന് പറഞ്ഞ് വഴിതിരിച്ചുവിടുന്നത് പോലെ അവനെ അപകടത്തിൽ രക്ഷപ്പെടുത്തുന്ന പോലുള്ള ഒരു മൈൻഡ് സെറ്റോടുകൊണ്ട് വേണം ആരെയും നാം ഈ പാഠാവിലേക്ക് ക്ഷണിക്കേണ്ടത്. ആ ക്ഷണിക്കേണ്ട മെത്തേഡിന്റെ പ്രയോറിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് 12 വേദികളിലായി 130 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 500ഓളം പ്രതിഭകളാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. ചങ്ങനാശ്ശേരി തുരുത്തി ക്ലിന്റ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചുകുട്ടികളുടെ ചിത്രകലാ വാസനകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗജന്യ ചിത്രരചനാ ക്ലാസുകൾ ആരംഭിച്ചു. പ്രശസ്ത ചിത്രകാരൻ EJ റോയിച്ചനാണ് മുഖ്യ പരിശീലകൻ. ഫസ്റ്റിലുള്ള ഒരു മാർക്കിലാണ് ഇതിപ്പോൾ മൊത്തം അതിൻ്റെ അളവുകളാണ്. ഇത് വരുന്നതിൻ്റെ പേപ്പറിൻ്റെ സ്പേസ് ഉപയോഗിക്കുമ്പോൾ ഇത് ടോപ്പ് എവിടെ വരുമ്പോൾ ഇതിൻ്റെ താഴെ വരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് മാത്രം ഇട്ടിട്ട് അത് ഉപയോഗിക്കും. പിന്നെ നോക്കുന്നതെന്ന് പറയുന്നത് എന്താ, ഈ ഇലയിൽ ഈ ഫ്ലവർ വേസും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം വേണ്ടി അവിടെ ഒരു മാർക്ക് ചെയ്യുക. ഇതിനേക്കാൾ വലിപ്പമാണ്. ചിത്രകലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് മാസത്തിൽ 2 ഞായറാഴ്ചകളിലായാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഠനോപകരണങ്ങളും കുട്ടികൾക്ക് സൗജന്യമായി നൽകും. ക്ലാസുകളുടെ ഉദ്ഘാടനം ക്ലിന്റ് സാംസ്കാരികവേദി സെക്രട്ടറി TD സാജപ്പൻ നിർവഹിച്ചു. ആ സംഘടനയുടെ ചിത്രകലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, നിങ്ങളിലുള്ള ആ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങളിലുള്ള ചിത്രകലയെ വികസിപ്പിച്ചുകൊണ്ട് നിങ്ങളും അതുപോലെ വലിയ ലോകമറിയുന്ന ഒരു ചിത്രകാരനോ ചിത്രകാരിയോ ആയി മാറണം എന്നുള്ളതാണ് ഈ സംഘടനയുടെ ആഗ്രഹം. ഉദ്ഘാടന യോഗത്തിൽ ബാലവേദി പ്രസിഡന്റ് മീനാക്ഷി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ആസിയ നജീബ്, ആതിര മനു, റോയി ജോസഫ്, ടിബി അനിൽകുമാർ, K സുകുമാരൻ, PD ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിനത്തിലെ ക്ലാസ്സിൽ 34 കുട്ടികളാണ് പങ്കെടുത്തത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി.
സ്വർണം ഗ്രാമിന് 6450 രൂപ, പവന് 51,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.